അങ്ങേറ്റം സങ്കടകരമായിട്ടുള്ളൊരു വാർത്തയാണ് രാവിലെ കേട്ടത്. കേന്ദ്രത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ട്, അതുപോലെ ഏറ്റവും തലയെടുപ്പുള്ള മഹാരാഷ്ട്രയിലെ നേതാവായിട്ട് അദ്ദേഹം വന്നതാണ്. ലാത്തൂർ മേഖലയിൽ നിന്നും കോൺഗ്രസിന് വന്ന ഏറ്റവും ശക്തനായിട്ടുള്ള നേതാവാണ്. വളരെ സത്യത്തിൽ വളരെ പ്രയാസകരമായിട്ടുള്ള ഒരു വാർത്തയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കേരളമായിട്ട് വളരെ അടുത്ത ബന്ധം സൂക്ഷിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും കേരളത്തിൽ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴും അല്ലാതിരുന്നപ്പോഴും പാർട്ടിയിലെ പ്രവർത്തനങ്ങൾക്കും പാർട്ടിയുടെ എൻഗേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് പലപ്പോഴും കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിലെ നേതാക്കന്മാരായിട്ടൊക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന നേതാവാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം പദവികളോടൊന്നും അങ്ങനെ ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു കാരണവുമില്ലാതെ ചെറിയൊരു കാരണം പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചത്. എന്നിട്ടും പാർട്ടിയിൽ അടിയുറച്ച് നിൽക്കുന്ന ഒരു നേതാവായിരുന്നു ശിവരാജ് പാട്ടീൽ. അതേപോലെ നാളെ റിസൾട്ട് വരികയാണ് എന്നാണ് പ്രതീക്ഷ. അതുപോലെ എന്താണ് നിങ്ങളെ കോൺഗ്രസിന്റെ ഒരു റിപ്പോർട്ട്? കാരണം മുന്നേറ്റം ഉണ്ടാവും, UDF നല്ല മുന്നേറ്റം ഉണ്ടാവും എന്നുള്ളതാണ് ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. 14 ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ഞാൻ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ 1-2 ജില്ലകൾ ഒഴിച്ച് മിക്കവാറും ജില്ലകളിൽ പ്രചരണം നടത്തിയിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ്. നല്ല വിജയം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഉറച്ച വിശ്വാസം. ഇപ്പോൾ മുഖ്യമന്ത്രി അടക്കം തരുന്ന, അതായത് വല്ലാത്ത രീതിയിലൊരു തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസിനെ ഒറ്റതിരിഞ്ഞ് ആക്രമിക്കുന്നൊരു രീതിയാകാണ്. ഇതിനെങ്ങനെയാണ് അദ്ദേഹം ആക്രമിച്ചപ്പോൾ ഞങ്ങളങ്ങ് പേടിച്ചു പോകുമോ? അദ്ദേഹം ആക്രമിക്കട്ടെ. ആക്രമിക്കുന്നതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ, ബേസ് ഉണ്ടോ? ഇന്നലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആക്രമണം അദ്ദേഹം സ്വയം ഡിഫൻസിലാവുകയല്ലേ ചെയ്തത്. എനിക്കറിയില്ല ആരാ അദ്ദേഹത്തെ ഉപദേശിച്ചു കൊടുത്തത് ആ പ്രസ്താവനക്ക്. ആ പ്രസ്താവനയിലൂടെ അദ്ദേഹം സ്വന്തം മുഖം വികൃതമാക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് ആ പ്രസ്താവനയിലൂടെ സ്വന്തം മുഖം വികൃതമാക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പാർട്ടിയെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനുള്ള അവസരം കിട്ടുകയും ചെയ്തു. സത്യത്തിലെ യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടിയിട്ടുള്ള സമീപനമായിരുന്നു മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയത്. പക്ഷേ അത് അദ്ദേഹത്തിന് തന്നെ എതിരായിട്ടാണ് വന്നത്. ഇതിലൊന്നും ഞങ്ങൾക്കൊരു കൂസലുമില്ല. ഐക്യ ജനാധിപത്യ മുന്നണി ഈ തവണ തെരഞ്ഞെടുപ്പിൽ ഒറ്റക്കെട്ടായിട്ടാണ് മത്സരിച്ചത്. അതുതന്നെയാണ് ഒന്നാമത്തെ നേട്ടം. UDF പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല, കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നില്ല. എല്ലായിടത്തും സ്ഥാനാർത്ഥി നിർണയം താഴെത്തട്ടിൽ നിന്ന് വാർഡിലെ പ്രവർത്തകരുടെ ഇച്ഛക്കനുസരിച്ചാണ് 90% സ്ഥാനത്തും സ്ഥാനാർത്ഥികൾ നിർത്തിവെച്ചത്. ഇതിൻ്റെ എല്ലാം ഗുണം ഇലക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ആരും ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട അത് ഇതിനകത്തൊക്കെ നിങ്ങൾക്ക് എപ്പോഴുള്ള ക്ഷീരമുള്ളവരകിടും ചുവട്ടിലും ചോര തന്നെ കൗതുകിന് കൗതുന്നുള്ളൂ. ഞാനിന്നലെ നിങ്ങളൊക്കെ പറഞ്ഞോട്ട് നോക്കി, ഞാൻ വെരിഫൈ ചെയ്തു DC പ്രസിഡന്റ്. അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകനും അവിടെ ഉണ്ടായിട്ടില്ല. ആരെങ്കിലും ഈ രാജ്യത്ത് എല്ലാവരും 2 കോടി ജനങ്ങൾ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഉണ്ടായിക്കൂടാ അതില്ലല്ലോ. അതാണോ അതിൻ്റെ ബേസ്? വി ആർ ക്ലിയർ ഓൺ ദാറ്റ്. ഓക്കെ.